അജയൻ കൊടുത്ത വിവരങ്ങൾ വെച്ച് ജേസി എന്തൊക്കെയോ കണ്ടുപിടിച്ചു. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല മോളെ. പിന്നെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാടി. നിനക്ക് എന്താ അറിയേണ്ടത്? അത് ഞാൻ അവിടെ മനസ്സ് തകർന്ന് ഞാൻ ബലിയിടുമ്പോ ഇവിടെ അമ്മയും കൊച്ചുമോളും കൂടി പഴയ കഥ പറഞ്ഞ് രസിക്കുകയാണല്ലേ? എന്നാ നീ കേട്ടോ, തെളിവുകളെല്ലാം കൈ കിട്ടിയ നിന്റെ അമ്മ ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ അജയേട്ടനെ വെടിവെച്ച് കൊന്നു. എന്താ അല്ലാന്ന് പറയാൻ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പറ്റോ? ഈ കുടുംബത്തോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ആ സ്ത്രീയുടെ മകളായ നിന്നെ ഞങ്ങൾ തന്നെ വളർത്തി ഇത്രയും വലുതാക്കി. എന്നിട്ടൊന്ന് വഴക്ക് പറഞ്ഞ അതിന്റെ കുറ്റം മുഴുവൻ കേൾക്കണം. അമ്മേ, ഇങ്ങനെ അലറിയ അമ്മയ്ക്ക് തന്നെ വയ്യാണ്ടാവും. നിക്കടി. എന്റെ അജയേട്ടനെ കൊന്നതും പോരാതെ എല്ലാ കുറ്റവും ഏതൊരു പാപത്തിന്റെ മേൽ കെട്ടിവെച്ച് ലോക്കപ്പിലിട്ട് ഇടിച്ച് വേറൊരുത്തനെ കൊന്നു. ഇതിന്റെ എല്ലാം പ്രാക്കു പാപം തലയിൽ കയറി ഭ്രാന്ത് പിടിച്ച നിന്റെ തള്ള ചത്തത്. അവള് പിന്നെ അമ്മയുടെ മഹത്വം പറഞ്ഞ് നടത്താം. ഇതൊന്നും നിന്നെ അറിയിക്കാതെയാ നിന്റെ അച്ഛനും മുത്തശ്ശി ഇത്രയും നാളെ കൊണ്ടു നടന്നത്. ഞങ്ങൾക്ക് ദേഷ്യം വരുമ്പോ അറ്റവും മുറിയും വെച്ച് എന്തെങ്കിലും പറയുന്നതല്ലാതെ നിന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇത്രയും കഥ നീ ഇപ്പൊ കേട്ടില്ലേ? അതിന്റെ കൂടി ഈ സത്യം കൂടെ അറിഞ്ഞോ? നിന്റെ അമ്മ കൊലപാതകിയാ. പാപങ്ങളെ കൊന്ന് രക്തം കുടിക്കുന്ന രക്തരക്ഷസാ. എന്റെ അജയേട്ടനെ കൊന്ന അവളോടോ അവളുടെ മകളായ നിന്നോടോ ഈ ജന്മം ഞാൻ ക്ഷമിക്കില്ല. എന്റെ നെറ്റിയിലെ സിന്ദൂരം മാച്ച് എന്റെ മകൾക്ക് അച്ഛനില്ലാതാക്കിയ നീയൊക്കെ അനുഭവിക്കും. അമ്മേ, മതിയായല്ലോ എല്ലാവർക്കും. കഥ കേൾക്കാൻ നടക്കുന്നു. തിരിച്ചേ കരയില്ലേ, വാ എണീക്ക്.